ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 46, 47, 48 തിരുവചനങ്ങൾ. ആരാണ് വലിയവൻ? തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് അവർ തർക്കിച്ചു. അവരുടെ ഹൃദയവിചാരങ്ങൾ അറിഞ്ഞ യേശു ഒരു ശിശുവിനെ അടുത്ത് നിർത്തി അവരോട് പറഞ്ഞു, എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യമാണല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? നമുക്കെപ്പോഴും മുൻപന്തിയിലായിരിക്കണം, മുൻപന്തിയിൽ നിൽക്കണമെന്നുള്ള ചിന്താഗതിയല്ലേ ഉള്ളത്. അതല്ല വേണ്ടതെന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. നമ്മൾ അതിനു വേണ്ടിയാണ് യത്നിക്കേണ്ടത്. നമ്മൾ മറ്റുള്ളവരെ നമ്മളെക്കാളും ശ്രേഷ്ഠരായി കാണാനായിട്ട് എപ്പോൾ തുടങ്ങുന്നോ അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ മക്കളായി തീരുകയാണ്. എളിമപ്പെടാൻ, ഒന്ന് സ്വയം താഴാൻ എപ്പോൾ നമുക്ക് സാധിക്കുന്നുവോ അവിടെയെല്ലാം നീരുറവ ശക്തമായി ഒഴുകും. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ഉണ്ടാകും, ഒരു സംശയവുമില്ല. താഴാനായിട്ടാണ് പ്രയാസം. നമുക്കെപ്പോഴും ഉയർന്നു നിൽക്കണം. എല്ലാത്തിൻ്റെയും തകർച്ച ഈ ഞാൻ ഭാവത്തിലാണ് ഉണ്ടാകുന്നത്. ശുശ്രൂഷ മേഖലയിലായിക്കോട്ടെ, ഏത് കുടുംബജീവിത മേഖലയിലായിക്കോട്ടെ, എവിടെ നോക്കിയാലും തകർച്ചകളുടെ ഏറ്റവും മൂല കാരണം എന്താണെന്ന് തിരക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. അവിടെ ഞാൻ ഭാവമാണ് ഇതിന് കാരണം. ഞാൻ അറിയുന്ന വളരെ ശക്തമായ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അവർ പ്രത്യേകിച്ച് ഒരുങ്ങിയൊന്നും അല്ല ഒരു ശുശ്രൂഷകളും ചെയ്തിരുന്നത്. അതെനിക്കറിയാം. കുറേ കാലങ്ങൾ അവരുടെ കൂടെ കൗൺസിലിംഗ് ശുശ്രൂഷയുമായി ഞാൻ സഹായത്തിന് പോയിട്ടുള്ളതാണ്. ആ കാലഘട്ടത്തിൽ എനിക്കറിയാം അവരെവിടെ പിള്ളേരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം വലിയ അഭിഷേകം തന്നെ ഉണ്ടായിട്ടുണ്ട്. പല ഞാൻ ഒത്തിരി ശുശ്രൂഷകൾ അവരോട് പോയിട്ടുണ്ട്. പെനുവേൽ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ അതൊരു മിനിസ്ട്രി തന്നെയായിരുന്നു. അത് ഇന്നില്ല. കാരണം എവിടെയാണ് പറ്റിയത്? ഈ ഒരു അവസ്ഥയിലാണ്, ഈ തിരുവചനമാണ് അവിടെ സംഭവിച്ചത്. ഇല്ല എങ്കിൽ ഇന്ന് അനേകം യുവതിയുവാക്കൾക്ക് അതൊരു വലിയ ഉയർച്ചയുടെ ഭാഗമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഇന്നും ഞാൻ ആ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ചിന്നിച്ചിതറിപ്പോയി അന്ധകാര ശക്തി അവിടെ ഇടപെട്ട് ആ ഗ്രൂപ്പിലുണ്ടായിരുന്നവർ പല സ്ഥലത്തേക്ക് ഓടിമാറി. പലരും ശുശ്രൂഷയിലുണ്ട്, എങ്കിലും ആ ശുശ്രൂഷ തകർന്നുപോയി. മാനസികമായിട്ട് വിഷമം ഒത്തിരി ഉണ്ട് ആ ശുശ്രൂഷ തകർന്നതിൽ. കാരണം അനേകരെ രക്ഷയിലേക്ക് നയിക്കാൻ ഒരു ശുശ്രൂഷ ഉള്ളത് എപ്പോഴും നല്ലതല്ലേ. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇനി വരുന്ന തലമുറയൊക്കെ ഏതൊരവസ്ഥയിലേക്കാണ് പോകുന്നതെന്ന് നമുക്കറിയാം. കാരണം ഈ ഒരു അവസ്ഥ, ഞാൻ ഭാവം എല്ലാ മേഖലകളിലുമുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ കടന്നു വരുന്ന അനേക കുടുംബങ്ങൾ ഇന്ന് ഡൈവോഴ്സിലേക്ക് വരാൻ കാരണം എവിടെയാണ്? തികഞ്ഞു നോക്കിയാൽ എന്തെങ്കിലും കാണുമോ? തിരഞ്ഞാൽ ഒന്നും കാണാനുണ്ടാവില്ല. ആരെങ്കിലും ഒരു കുറവുകളോ ബലഹീനതകളോ ഒക്കെ ആയിരിക്കാം ഇതിൻ്റെ പിന്നിൽ. അത് സന്തോഷത്തോടെ കർത്താവ് നൽകിയതാണ് എന്നുള്ളത് ആ ഒരു തിരിച്ചറിവോടുകൂടി ആ വ്യക്തിക്ക് വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കാനും ഒന്ന് താഴ്ന്നു കൊടുക്കാനും ഒക്കെ സാധിച്ചാൽ ഈ കുടുംബ ബന്ധങ്ങളൊന്നും തകരുമോ? തകരത്തില്ല. എനിക്കറിയാവുന്ന അനേക കുടുംബങ്ങൾ ചെറുപ്പം മുതലേ പ്രേമിച്ച് നടന്നു, 4-5 പിള്ളേരായി കഴിഞ്ഞിട്ട് അതും ഇട്ടിട്ട് വേറെ പുതിയ ബന്ധങ്ങളിലേക്ക്, പുതിയ കല്യാണങ്ങളിലേക്ക് കടന്നു പോയവരെ എനിക്കറിയാം. എവിടെയാണ് തെറ്റുപറ്റുന്നത്? ഈശോയെ കൂടാതെയുള്ള ജീവിതം കഴിക്കുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഒരു കുടുംബം ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ
ക്രിസ്തീയമായി പറയുമ്പോൾ അച്ഛനും വിവാഹം കഴിക്കുന്ന വധുവും വരനും അതിലേറ്റവും മുഖ്യ കാർമ്മികത്വം നടത്തുന്നത് കർത്താവാണ്. അത് തിരിച്ചറിവില്ലാതെ കല്യാണം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇതിനപ്പുറവും സംഭവിക്കും. കല്യാണം കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ തിരിച്ചറിവുണ്ടാവില്ല. എന്നെ സംബന്ധിച്ച് കല്യാണം കഴിച്ച സമയത്ത് എനിക്ക് തിരിച്ചറിവില്ല. പക്ഷെ കർത്താവ് തിരിച്ചറിവ് തന്നൊരു സമയമുണ്ട്. ആഗ്രഹം കർത്താവിനെക്കുറിച്ച് അറിയാനും കർത്താവിലേക്ക് അടുക്കാനും ഒക്കെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും പിന്നെയും പിന്നെയും തെറ്റിലേക്ക് പോയ വ്യക്തിയാണ് ഞാൻ. പക്ഷെ കർത്താവ് വിട്ടില്ല. കർത്താവ് പിന്നാലെ നടന്ന് എന്നെ അവിടത്തോട് ചേർത്ത് വെച്ചു. അത് കർത്താവിൻ്റെ കൃപയും കാരുണ്യവും സ്നേഹവുമാണ്. പക്ഷെ കർത്താവ് എനിക്ക് വേണ്ടി നിശ്ചയിച്ചൊരുക്കിയ വധുവിനെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. അനേകം നല്ല ഫ്രണ്ട്ഷിപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതൊന്നും വിവാഹ അവസ്ഥയിലേക്ക് വന്നില്ല. അവിടെ ഒന്നും പാപകരമായ ഒരു അവസ്ഥയിലും പോയില്ല. ഇന്നത്തെ കാലഘട്ടം അതാണോ? ഇന്നത്തെ യുവതലമുറകൾ ആ ഒരു അവസ്ഥയിലാണോ ജീവിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഏറ്റവും വലിയൊരു വിഷയമാണിത്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വീണ്ടും നിങ്ങളോട് ഓർപ്പിക്കുന്നത്. വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു അപ്പനും അമ്മയും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് ഒരുക്കിയ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അവർ ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഒരു വർഷം ഒരുത്തിൻ്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ഒരുത്തിയുടെ കൂട്ടത്തിലോ ഫോണിൽ സംസാരിച്ചോ അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപഴകിയോ ജീവിച്ചു കഴിഞ്ഞിട്ട് വിവാഹബന്ധത്തിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് ശാശ്വതമായ ഒരു പരിഹാരവുമല്ല. കുറേ കാലം അവരുടെ കൂടെ നടന്നു, അത് പറ്റില്ലെന്ന് തോന്നിയാൽ അടുത്ത ആളെ പിടിക്കുന്നു. അത് ആ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അത് പൈശാചികമാണ്, പൈശാചികം. കർത്താവ് ഒരുക്കിയ കാര്യം നടക്കണം. കർത്താവ് ഈ ഭൂമിയിലെ എല്ലാത്തിനും ഇണയെ വെച്ചിട്ടുണ്ട്. ആ ഇണയെ കണ്ടെത്തണമെങ്കിൽ നമ്മുടെ കാരണവന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനെവിടെ നിൽക്കുന്നു? ആർക്ക് സമയം ഇതിനൊക്കെ? മക്കൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് ഈ ഒരു മേഖലയിലാണ്. മക്കൾ എളിമയെന്ന പുണ്യത്തിലേക്ക് മക്കളെ വളർത്തണം. അങ്ങനെയല്ലല്ലോ നമ്മൾ കാണിക്കുന്നത്. നമ്മളിപ്പോൾ നമ്മളെക്കാൾ മറ്റുള്ളവൻ്റെ ഒരു വീട്ടിൽ ഒരു തിരി കൂടുതൽ കത്തിക്കഴിഞ്ഞാൽ ആ തിരിയേക്കാൾ മുകളിലൊരു തിരി കത്തിക്കാനാണ് നമ്മൾ നോക്കുന്നത്. കാരണം വലിയ പാവം മറ്റുള്ളവനേക്കാളും അങ്ങേ മണ്ടയ്ക്കോട്ട് കയറി നിൽക്കണമെന്നുള്ളത് അവിടെയാണ് ഇത് തകർച്ചയ്ക്ക് മുഴുവൻ കാരണം. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദര സഹോദരി, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, ഇന്ന് മുതലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിൻ്റെ ഹിതം അതെന്താണോ അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ സംഭവിക്കട്ടെ. അതൊരിക്കലും ദോഷമായിട്ട് സംഭവിക്കില്ല. അതല്ലെങ്കിൽ അതിന് മാത്രം കാലം ശാശ്വതമായ ഒരു പരിഹാരമൊന്നുമല്ല. കൂടി വന്ന 6 മാസം അല്ലെ 7 മാസം, ഏറിയ 1 വർഷം. അത് ഭാരം വലിക്കണ പോലെ ഭാരം കൂടിപ്പോയി അത് ഇട്ടിട്ട് പോകുന്ന ഒരു അവസ്ഥ. രണ്ടും രണ്ടായി ഇതിനിടയ്ക്ക് 2-3 കുഞ്ഞുങ്ങളും ഉണ്ടാക്കിയിടും. അതുങ്ങളുടെ കാര്യവും അടുത്ത വരുന്നത് അതുങ്ങളും അതിനേക്കാളും കഷ്ടമായിട്ടല്ലേ പിന്നെ വരുള്ളൂ. കാരണം ഇതല്ലേ കണ്ടത്. വളർന്ന് വരുന്ന കുഞ്ഞുങ്ങൾ കാണുന്നത് എന്താണ്? തന്തയും തള്ളയും ഇങ്ങനെ തല്ലി പിരിഞ്ഞ് 2ആയി പിരിഞ്ഞു പോയി ഒരവസ്ഥയിൽ ഇത് കണ്ട് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ അതിനേക്കാളും മോശമായിട്ട് വരുള്ളൂ. അവർക്ക് ദൈവത്തെ കൊടുക്കാനോ അവരെ ദൈവസ്നേഹം അറിയിക്കാനോ മാതാപിതാക്കൾക്ക് സമയമുണ്ടോ? ആർക്കും തന്നെ ഇല്ല. അപ്പോൾ ഈ ഞാൻ ഭാവമാണ് എല്ലായിടത്തെയും തകർച്ചയുടെ കാരണം. എല്ലാവരെയും സ്നേഹിക്കാനും എളിമപ്പെടാനും ഒന്ന് താഴാനും ഒക്കെ നമ്മൾ വിചാരിച്ചാൽ ഇതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യാം. കർത്താവിനെ കൂടാതെ ഒരു കുടുംബജീവിതവും ഒരു പ്രസ്ഥാനവും നന്നായിട്ട് പോകില്ല. ഒരു കാരണവശാലും സംഭവിക്കാൻ പോകുന്നില്ല. ഈശോ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എവിടെയും വിജയം കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈശോയോട് ചേർന്ന് യാത്ര ചെയ്യാം. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ വരും തലമുറകളെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.